ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ അതിശക്തമായ രൂപത്തിൽ തിരിച്ചടിക്കാനാണ് ഇറാൻ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രസ്താവന തന്നെ അവർ ദുഃഖിക്കാൻ പോകുന്നു എന്നാണ് നിരന്തരമായി പറയുന്നത്. അങ്ങനെയാണ് ലബനാനിലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള പറഞ്ഞത്, അവർ ചിരിക്കട്ടെ, കാരണം അവർക്ക് ഒരുപാട് കാലം ഇനി ദുഃഖിക്കാനുണ്ട് എന്നാണ്. ഇസ്രായേലിനകത്താവട്ടെ അതിശക്തമായ ജാഗ്രതയാണ്, ഭീതിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇസ്രായേലിന്റെ മന്ത്രിമാർക്ക് പ്രത്യേകമായ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സൗകര്യം വരെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. സാധാരണ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. കാരണം ആ മൊബൈലിന്റെ ആളുകളെ വെച്ച് മിസൈൽ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മന്ത്രിമാരെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ സാധാരണ യുദ്ധങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള സാറ്റലൈറ്റ് സംവിധാനമുള്ള ഫോണുകൾ മന്ത്രിമാർക്ക് കൈമാറി എന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് അത്രയും വലിയ ഭീതിയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്തുള്ളത്. അതേസമയത്ത് ഇറാന്റെ ഭാഗത്ത് അതിശക്തമായ നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്നും ഇറാനിലേക്ക്, ടെഹ്റാനിലേക്ക് ഗിലിക്സ് എന്നറിയപ്പെടുന്ന റഷ്യയുടെ ആയുധങ്ങൾ വളരെ വേഗത്തിൽ ആവശ്യ സ്ഥലങ്ങളിലേക്ക് നീക്കാൻ ആവശ്യമായ യുദ്ധവിമാനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? ഹിസ്ബുള്ളയുടെ ഭാഗത്തേക്ക്, ലബനാനിലേക്കോ അതല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ടെഹ്റാൻ, അതായത് ഇറാൻ ആയുധം നീക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതല്ല, റഷ്യയിൽ നിന്ന് പുതിയ തരം ആയുധങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ എത്തുന്നുണ്ടോ എന്നും പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ആയുധങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന ആവശ്യ സ്ഥലങ്ങളിലേക്ക് ആയുധം യഥേഷ്ടം എത്തിക്കാൻ സൗകര്യമുള്ള കാർഗോ യുദ്ധവിമാനമാണ് ഇപ്പോൾ ഈ ഗലിക്സ് എന്നറിയപ്പെടുന്നത്. ഇതാണ് ഇപ്പോൾ ടെഹ്റാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം വരുന്ന വാർത്തയാണിത്. ഇപ്പോഴുള്ള നിലവിലെ കണക്കനുസരിച്ച് ഇസ്രായേലിലെ 1000 ലക്ഷ്യങ്ങളെയാണ് ഇറാൻ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് പ്രാഥമികമായി വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ ആക്രമണത്തെ ഇറാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരിക്കും എന്നറിയില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലസ്ഥാനത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആക്രമണം, അതായത് അവരുടെ അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുന്നത്. ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വിലയുള്ള രക്തമാണ് ഇസ്മായിൽ ഹനിയുടേത് എന്നാണ്. അതോടൊപ്പം തന്നെ തുർക്കിയും ഈ രംഗത്ത് അതിശക്തമായ പിന്തുണ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തുർക്കി ഇന്ന് ഇൻസ്റ്റാഗ്രാം തന്നെ നിരോധിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം ഇസ്മായിൽ ഹനിയുമായി ബന്ധപ്പെട്ട അനുശോചനങ്ങൾ പറയുന്ന വാർത്തകളെല്ലാം ഇൻസ്റ്റഗ്രാം നീക്കം ചെയ്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ആ ഒരു സാഹചര്യത്തിലാണ് തുർക്കി ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇറാൻ ഏത് രൂപത്തിലാണ് ഇതിനെ തിരിച്ചടിക്കുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഏതായിരുന്നാലും സാധാരണ രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കില്ല ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അത് ശക്തമായ തിരിച്ചടി ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഇവിടെയാണ് ഇസ്രായേൽ ഉള്ളത്. ഒരുപക്ഷെ ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ലെബനാനിൽ നിന്നും അതോടൊപ്പം തന്നെ യമനിൽ നിന്ന് ജിബൂട്ടി വഴി മെഡിറ്ററേനിയൻ കടൽ വഴി ഈ രൂപത്തിലെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇസ്രായേലിലേക്ക് ഏത് ആയുധങ്ങൾ കടന്നു വരണമെങ്കിലും ഇറാനിൽ നിന്ന് നേരിട്ടൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ജോർദാൻ ടച്ച് ചെയ്തിരിക്കും, അതല്ലെങ്കിൽ സൗദി അറേബ്യ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ ഈ ജോർദാനിനെയും അതുപോലെ തന്നെ സൗദി അറേബ്യയെയും ഉപയോഗപ്പെടുത്തി ഇവിടെ വെച്ച് പ്രതിരോധം തീർക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും അതുപോലെ തന്നെ ജോർദാൻ ആണെങ്കിലും അവർ സ്വീകരിച്ച നിലപാട് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തുക എന്നത് ഒരു അപക്വമായ നടപടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. അതൊരു രാഷ്ട്രത്തിന്റെ നേതൃത്വത്തിനെതിരെ കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തോട് കാണിക്കുന്ന അപമര്യാദയായിട്ടാണ് കണക്കാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇതിൽ പോസിറ്റീവായോ നെഗറ്റീവായോ അമേരിക്കക്ക് അനുകൂലമായോ ഇറാൻ അനുകൂലമായോ ഒരു രീതിയിലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ പിന്തുണയും നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ജോർദാന്റെയും അതുപോലെ സൗദി അറേബ്യയുടെയും തീരുമാനം. അതേസമയത്ത് അമേരിക്ക കണ്ണുരുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഏതായിരുന്നാലും ലെബനാനിൽ നിന്നുള്ള ആക്രമണവും സിറിയയിൽ നിന്നുള്ള ആക്രമണവും ഇവിടെ വളരെ കൃത്യമായി നടത്താൻ ഇറാന് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഡമസ്കസിൽ നിന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്, ഇറാഖിൽ നിന്ന് ഏകദേശം 2.5 ലക്ഷം സൈനികർ സിറിയയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതായത് സിറിയയിൽ വെച്ച് ഇസ്രായേലിലേക്ക് നേരിട്ടുള്ള ആക്രമണം നടത്താൻ തയ്യാറായിക്കൊണ്ടാണ് ഇത്രയും വലിയ ഒരു സൈന്യം അങ്ങോട്ട് നീങ്ങുന്നത്. അതായത് ഇറാഖിലുള്ള അർദ്ധ സൈനിക വിഭാഗമാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇങ്ങനെയുള്ള ഒരു മാസ് അറ്റാക്ക് ഇറാൻ നടത്തുകയാണെങ്കിൽ
തീർച്ചയായും ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരിക്കലും അതിനെ തടയാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് അമേരിക്കയുടെ യുദ്ധവിമാനം ഉപയോഗപ്പെടുത്തി ഈ ഇറാനിൽ നിന്ന് വരുന്ന ഈ മിസൈലുകളെ തടുക്കാൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇതിലെ കടന്നു വരുന്ന ഓരോ മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും തകർക്കുക, ലക്ഷ്യം വെക്കുക, വ്യോമതലങ്ങളിൽ നിന്ന് ലക്ഷ്യം വെക്കുക എന്നത് മാത്രമാണ് ഇവിടെ സാധ്യമായ ഒരു കാര്യം. പക്ഷേ ഇത്രയും വലിയൊരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം, ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും ഇപ്പോൾ വലിയ ആശങ്കയിലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ നിന്നും അതുപോലെ തന്നെ ഈ ജോർദാന്റെയും പിന്തുണ യുദ്ധവിമാനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അമേരിക്ക തീർച്ചയായും കടൽ വഴിയായിരിക്കും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക. അതായത് മെഡിറ്ററേനിയൻ കടലിൽ ഇവിടെ ആയിരിക്കും കപ്പലുകൾ മുഖേന. ഇസ്രയേലിന്റെ കപ്പലുകൾ നിലവിൽ ഇവിടെയുണ്ട്. അവരുടെ സായിർ 6 എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ അടങ്ങിയ കപ്പലുകൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ നിലവിൽ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും അതുപോലെ തന്നെ ചെങ്കടലിന്റെ ഭാഗത്തു നിന്നും പ്രതിരോധിക്കാൻ, ഈ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലെബനാനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളും ഇവരെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇസ്രായേലിന് അതിശക്തമായ രൂപത്തിൽ ആക്രമണം നടത്താൻ അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ബോധ്യപ്പെടുന്നത്. ഇറാൻ വളരെ പെട്ടെന്നുള്ള ഒരു അറ്റാക്ക് അല്ല ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ധാരാളം ലക്ഷ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇറാൻ എടുക്കുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ ചെയ്യുന്ന പോലെ അതേ സമയത്തുള്ള ഒരു തിരിച്ചടി അതല്ല ഇറാൻ ഇപ്പോൾ ലക്ഷ്യമാക്കുന്നത്. അത് താൽക്കാലികമായ ഒരു അറ്റാക്ക് മാത്രം, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ ആക്രമിക്കാനേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തെ ആക്രമിക്കുമ്പോൾ തീർച്ചയായും അത് ഏതെങ്കിലും രൂപത്തിൽ പ്രതിരോധിക്കാൻ അമേരിക്കക്കും ഇസ്രായേലിനും കഴിയും. പക്ഷേ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധമുള്ള അതിശക്തമായ ഒരു മിസൈൽ മഴ തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രയേലിനെ അമേരിക്കക്കും പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഇസ്രയേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏകദേശം 22,000 സൈനികരെയാണ്. ഈ സൈനികരിൽ 65% കടലിൽ തന്നെയായിരിക്കും. കടലിൽ നിന്നുകൊണ്ട് കപ്പലിൽ നിന്നും മറ്റു സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അതുപോലെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറത്തി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചെല്ലാം പ്രതിരോധിക്കുക എന്നത് തന്നെയായിരിക്കും അമേരിക്ക ഒരുപക്ഷെ കാണുന്ന രീതി. മാത്രമല്ല അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തും ഇസ്രയേലിന്റെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലിനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുമെന്നാണ്. ഇത് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു ചിത്രമാണ്. അതായത് ഇറാഖിലുള്ള അർദ്ധ സൈനിക വിഭാഗം സിറിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. ഏതായിരുന്നാലും എന്നാൽ ഇവിടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, സിറിയയിൽ വെച്ചുകൊണ്ടും അതുപോലെ, കാരണം സിറിയ എന്ന് പറയുന്നത് ഇസ്രയേലുമായി അതിർത്തി, ഗോലാൻ കുന്നുകളിൽ അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ്. അതുപോലെ ലെബനാൻ, ഈ 2 രാഷ്ട്രങ്ങളിൽ നിന്ന് ശക്തമായ രൂപത്തിൽ ഇസ്രയേലിന്റെ അതിർത്തിയിൽ വെച്ച് തന്നെ പോരാടാൻ, ഒരുപക്ഷെ അത് ഒരു കരയുദ്ധം ഇസ്രയേലിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണോ എന്ന് ഇപ്പോൾ നമ്മൾ നിലവിൽ സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും കൂടുതൽ 2.5 ലക്ഷം സൈനികർ പങ്കെടുക്കേണ്ട സാഹചര്യം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇനി അതല്ല, ഒരു യുദ്ധം ഇങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തുമ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിനു കൂടെയുള്ള തയ്യാറെടുപ്പുകളാണോ ഇത് എന്നറിയില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നത് അതിശക്തമായ, ഇസ്രയേൽ എന്നേക്കും ഖേദിക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കുമെന്ന് ഇറാൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ റഷ്യയും അതുപോലെ തന്നെ പല രാഷ്ട്രങ്ങളും ഇറാന് ഈ വിഷയത്തിൽ ശക്തമായ പിന്തുണ നൽകുന്നു. അതവരുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയും അതുപോലെ തന്നെ അവരുടെ നിർദ്ദേശങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ സഹായങ്ങളും ഈ ബന്ധങ്ങളും നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ.